എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഗോതമ്പ് പാൽപ്പായസമാണ്. ഈ ഒരു ഗോതമ്പ് പാൽപ്പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കിവിടെ 1 ഗ്ലാസ് അളവില് സൂചി ഗോതമ്പ് റവയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടും. ഈ ഒരു സമയം തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടെ ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 400 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഗോതമ്പ് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന ഗോതമ്പ് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ വെന്ത് കുറുകിയ പാകത്തിലേക്കായി വരും. അതുവരെയും നമുക്കൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. നല്ലോണം തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമാണ് ചേർക്കേണ്ടതും. പാലും കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏലക്കപ്പൊടിയും കുറച്ച് നാളികേരം നെയ്യിൽ വറുത്തത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പാൽപ്പായസം ഇവിടെ റെഡിയാണ്. ഒരു പായസമൊക്കെ കുടിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.